നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂക്കി മുഖ്യമന്ത്രിയല്ല, യു ടേൺ അടി മുഖ്യമന്ത്രി. ഇനി പേര് അങ്ങനെയാക്കണം. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്ലേറ്റ് മാറ്റിയതുപോലെ കേരള രാഷ്ട്രീയത്തിൽ ആരും നിന്ന നിൽപ്പിൽ ഇങ്ങനെയും പ്ലേറ്റ് മാറ്റിയിട്ടില്ല എന്നാണ് വലിയ വിമർശനവും പരിഹാസവും ഉയരുന്നത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ CPM-നെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നോ അന്നത്തെ സർക്കാരിനെ കടിച്ചു കീറാൻ നിന്നത്, ഇന്നിപ്പോൾ അധികാരം കിട്ടിയപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വി.ഡി. സതീശൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വാക്കിന് ഒരു വില പോലും ഇല്ല എന്ന് സതീശൻ ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വലിയ വിമർശനങ്ങൾ, ട്രോളുകൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ നിന്ന് കത്തുന്നു ഒക്കെ കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതായത് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ വലിയ നിലപാടൊക്കെ പറഞ്ഞിരുന്ന ആളാണ് വി.ഡി. സതീശൻ. ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഞങ്ങൾ കാണിച്ചു തരാം എന്നൊക്കെ ആയിരുന്നു. സർക്കാരിൻ്റെ, അതായത് അന്നത്തെ പിണറായി സർക്കാരിൻ്റെ എന്തെല്ലാം ഉഡായിപ്പുകളുണ്ടോ അതെല്ലാം ഞങ്ങൾ വലിച്ചു പുറത്തിടും എന്നൊക്കെ പറഞ്ഞിരുന്ന വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? അന്നിവർ കേസെടുക്കും, അവരെ CPM-കാരെ, അതായത് തരികിടകളിൽ ഉൾപ്പെട്ട CPM-കാരെ മുഴുവൻ തൂക്കി അകത്തിടും എന്നൊക്കെ പറഞ്ഞവർ ഇന്നിപ്പോൾ എല്ലാത്തിനും ക്ലീൻ ചിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വലിയ വിമർശനം. മറ്റൊന്നുമല്ല, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉന്നയിച്ച കടുത്ത അഴിമതി ആരോപണങ്ങളെല്ലാം ഭരണത്തിലേറിയപ്പോൾ UDF വിഴുങ്ങിയിരിക്കുകയാണ്. CPM-ന്റെ അഴിമതി പണം പാർക്ക് ചെയ്യുന്ന പെട്ടിയാണ് ഊരാളുങ്കൽ എന്ന് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറിയതോടെ അദ്ദേഹം അതിൽ നിന്ന് യു ടേൺ അടിച്ചിരിക്കുന്നു. നല്ല ഒന്നാം തരം തങ്കക്കുടം പോലത്തെ കമ്പനിയാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി എന്നാണ് ഇന്നിപ്പോൾ വി.ഡി. സർക്കാർ പറയുന്നത്. മാത്രമല്ല, ക്ലീൻ ചിറ്റും കൊടുത്തു കഴിഞ്ഞു. നിയമസഭയിലാണ് ഊരാളുങ്കലിന് ക്ലീൻ ചിറ്റ് കൊടുത്തുകൊണ്ട് പൊതുമരാമത്ത് മന്ത്രി ഒരു പ്രസംഗം തന്നെ അങ്ങ് നടത്തിയിരിക്കുന്നത്. പൊതുമരാമത്ത് മന്ത്രി P.K. ബഷീർ നിയമസഭയിൽ ഊരാളുങ്കലിന് കൈയടിച്ചുകൊണ്ടായിരുന്നു സംസാരിച്ചത്. UDF അംഗങ്ങൾ തന്നെ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടായിരുന്നു മന്ത്രി സഭയിൽ സൊസൈറ്റിയെ പിന്തുണച്ച് സംസാരിച്ചത്. അതൊരു മികച്ച കമ്പനിയാണെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇവർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്തായിരുന്നു ഊരാളുങ്കലിനെ കുറിച്ച് പറഞ്ഞത്? അതൊരു തട്ടിക്കൂട്ട് കമ്പനി. സർക്കാരിൻ്റെ, അന്നത്തെ പിണറായി സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും ഊരാളുങ്കൽ 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 അവർക്ക് മാത്രം കൊടുക്കുന്നു. ഇതിലൂടെ സർക്കാരിൻ്റെ ഖജനാവിലെ പണം മുഴുവൻ ഈ CPM-ന്റെ കോട്ടയിലേക്ക് തന്നെ എത്തുകയാണ്. CPM-ന്റെ അഴിമതി പെട്ടിയാണ് ഊരാളുങ്കൽ എന്ന് പറഞ്ഞവർ സർക്കാരിൻ്റെ പണം മുഴുവൻ ഊരാളുങ്കലിലേക്ക് കൊണ്ടുപോയി അത് CPM-ന്റെ ഖജനാവിലേക്ക് തന്നെ എത്തിക്കുന്നു എന്ന് പറഞ്ഞവർ ഇന്നിപ്പോൾ ഊരാളുങ്കലിനെ കൈയടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ പണ്ടിതിനെ വിമർശിച്ച UDF നേതാക്കളൊക്കെ വായും പൊളിച്ചിരിക്കുകയാണ്. ഊരാളുങ്കലിനെതിരെ നെടുനീള FB പോസ്റ്റുകളൊക്കെ ഇട്ടവർ ഇപ്പോൾ അതെല്ലാം കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. എന്നാൽ അത്ര പെർഫെക്റ്റ് ആണോ ഊരാളുങ്കൽ? അവരുടെ ജോലികളെല്ലാം നല്ലതാണ് എന്ന് പറയുമ്പോഴും അന്നത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം അഴിമതികളിൽ പേര് വന്ന ഒരു സംഘമാണ് ULCCS. ഇതോടെ ഊരാളുങ്കൽ വിഷയത്തിൽ ഇടതും വലതും കൂടി അങ്ങ് കൈകൊടുത്തെന്നാണ് വിമർശനം ശക്തമാകുന്നത്. ഊരാളുങ്കലിൻ്റേത് ഗുണനിലവാരമുള്ള പ്രവർത്തികളാണെന്നും നടപടിക്രമങ്ങൾ പാലിക്കാതെ അവർക്ക് യാതൊരുവിധ കരാറുകളും നൽകിയതായി തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുമായിരുന്നു മന്ത്രി P.K. ബഷീർ സഭയെ അറിയിച്ചത്. ഇതോടെ സഭയിലിരുന്ന CPM-കാർ എല്ലാവരും ഒന്ന് തല ഉയർത്തി തന്നെ നിന്നു. കാരണം പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്ത് ഊരാളുങ്കലിനെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ പ്രതിപക്ഷ നിര തന്നെ ഉന്നയിച്ചതാണ്. കിഫ്ബിയും ഊരാളുങ്കലും ചേർന്ന് ഖജനാവിൽ നിന്ന് കോടാനുകോടികൾ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞവരാണ്. അങ്ങനെ വിമർശനം ഉന്നയിച്ചവർ ഇന്നിപ്പോൾ അധികാരത്തിൽ കയറിയതോടെ ഒരു അന്വേഷണം പോലും ഊരാളുങ്കലിനെതിരെ നടത്താതെ ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു. അവിടെയാണ് പല സംശയങ്ങളും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. മന്ത്രി സഭയിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തികളിൽ ഊരാളുങ്കൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നടപടിക്രമങ്ങൾ പാലിക്കാതെ പ്രവൃത്തി അനുവദിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തികളെല്ലാം തന്നെ ഗുണനിലവാര പരിശോധന കർശനമായി പാലിക്കുന്നുണ്ട്. ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ക്വാളിറ്റി കൺട്രോൾ മാനുവൽ അവലംബിച്ചു വരുന്നു. ഗുണനിലവാര പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരാറുകാർക്ക് ബിൽ തുക നൽകുന്നത്. പ്രവർത്തികളുടെ ഗുണനിലവാരം സംബന്ധിച്ച പരാതി ലഭിക്കുകയാണെങ്കിൽ അന്വേഷണം നടത്തുന്നതാണ്. ഊരാളുങ്കൽ സൊസൈറ്റി സംസ്ഥാനത്ത് നടത്തുന്നത് തികച്ചും നിലവാരമുള്ള പ്രവർത്തികളാണ്.
ഊരാളുങ്കലിന്റെ പ്രവർത്തനങ്ങളിൽ കാലതാമസം നേരിടുന്നത് കരാറുകൾ വർദ്ധിച്ചതുകൊണ്ടാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഊരാളുങ്കലിന്റെ ഭാരവാഹികളുമായി സംസാരിച്ചിരുന്നു. നിലവാരം ഉള്ളതുകൊണ്ട് എല്ലാവരും അവർക്ക് പിന്നാലെ പോയി വർക്ക് ലോഡ് കൂടിയതുകൊണ്ടാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. സൊസൈറ്റിയുടെ തുടക്കകാലത്തെ മികച്ച പ്രവർത്തന പാരമ്പര്യം കാരണമാണ് എല്ലാവരും അവരുടെ പിന്നാലെ പോയതെന്നാണ് മന്ത്രി സഭയിൽ വാദിച്ചത്. നിലവിൽ ഊരാളുങ്കൽ ഏറ്റെടുത്തിട്ടുള്ള പദ്ധതികളിൽ കാണുന്ന കാലതാമസം അഴിമതിയോ വീഴ്ചയോ മൂലമല്ല, മറിച്ച് അവർക്ക് താങ്ങാനാകാത്ത വിധം വർക്ക് ലോഡ് ഉള്ളതുകൊണ്ടാണെന്നും മന്ത്രി തന്നെ അങ്ങ് പറയുകയാണ്. അതായത് ഊരാളുങ്കലിന് വേണ്ടി മന്ത്രി അങ്ങ് വാദിക്കുകയായിരുന്നു. കാസർഗോഡ് മുതൽ പാറശാല വരെ നീളുന്ന ഒട്ടനവധി വലിയ പദ്ധതികൾ ഒരേ സമയം ഏറ്റെടുത്ത് നടത്തുന്നതിനാലാണ് പ്രവൃത്തികളിൽ ഈ കാലതാമസം ഉണ്ടായതെന്നും മന്ത്രി പറഞ്ഞു. പിന്നെ എന്തിനായിരുന്നു നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇങ്ങനെ ഊരാളുങ്കലിനെതിരെ വാതോരാതെ ആരോപണങ്ങൾ ഉന്നയിച്ചത്? ഊരാളുങ്കലിന്റെ പല പ്രവർത്തനങ്ങളും, അതായത് അവർ പണിഞ്ഞ പാലവും റോഡുകളും എല്ലാം പൊട്ടുന്നു, വിള്ളലുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നതും നിങ്ങൾ തന്നെയാണ്. ഇന്നിപ്പോൾ അവർ തന്നെ പറയുന്നു ഏറ്റവും ഗുണനിലവാരമാണ് അവർ പുലർത്തുന്നതെന്ന്. കഴിഞ്ഞ ഇടത് ഭരണകാലത്ത് AI ക്യാമറ വിവാദം, കെ-ഫോൺ, ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നിർമ്മാണ കരാർ എന്നിവയിലെല്ലാം ഊരാളുങ്കൽ സൊസൈറ്റിയെ പ്രതിക്കൂട്ടിൽ നിർത്തി UDF വൻ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. കേരളത്തിലെ അഴിമതിയുടെ ലാഭവും കമ്മീഷനും പാർക്ക് ചെയ്യുന്ന ഇടമായി സൊസൈറ്റി മാറിയെന്നും ഇതിലൂടെ സംസ്ഥാന ഖജനാവ് കൊള്ളയടിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ആവർത്തിച്ച് കുറ്റപ്പെടുത്തിയതാണ്. എന്നാൽ ഭരണത്തിലെത്തിയതോടെ മുൻ നിലപാടുകളെല്ലാം തള്ളിപ്പറഞ്ഞ് ഊരാളുങ്കലിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഇതിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തിയിട്ടാണോ ക്ലീൻ ചിറ്റ് കൊടുത്തത് എന്നാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോട് എല്ലാവരും ചോദിക്കുന്നത്. എന്തായാലും ഇത് ഒരു വലിയ സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് പ്രതിപക്ഷം. നേതാക്കന്മാർ ഓരോരുത്തരായി ഇറങ്ങി ഇപ്പോൾ സർക്കാരിനെതിരെ പലതും പറയുകയാണ്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പ്രവർത്തന മികവിനെതിരെ മുൻപ് വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്ന UDF നേതൃത്വത്തിന് ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിൽ സന്തോഷമുണ്ടെന്ന് VN വാസവൻ പ്രതികരിച്ചത്. ഊരാളുങ്കൽ നടപ്പാക്കുന്നത് ലോകോത്തര നിലവാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണെന്ന് തങ്ങൾ പണ്ടേ ചൂണ്ടിക്കാട്ടിയിരുന്നതാണെന്നും അന്ന് പരിഹസിച്ചവർ തന്നെ ഇപ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറായെന്നും വാസവൻ പറഞ്ഞു. സഹകരണ മേഖലയ്ക്കൊന്നടങ്കം അഭിമാനിക്കാവുന്ന നേട്ടമാണിത്. ഊരാളുങ്കലിനെതിരെ പരസ്യമായി വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച നേതാക്കൾ തന്നെയാണ് പിന്നീട് രഹസ്യമായി അവരെ സമീപിക്കുകയും തങ്ങളുടെ മണ്ഡലങ്ങളിലെ നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുക്കണമെന്ന് ഒളിവിൽ ആവശ്യപ്പെടുകയും ചെയ്തത്. ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നതാണ് ഈ നടപടി, വാസവൻ ആരോപിച്ചു. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ കരുത്തായ ഊരാളുങ്കൽ സൊസൈറ്റിയെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി വേട്ടയാടാൻ ശ്രമിച്ചവർക്ക് അവരുടെ പ്രവർത്തന നിലവാരം നേരിട്ട് ബോധ്യപ്പെട്ടതോടെയാണ് നിലപാട് മാറ്റേണ്ടി വന്നതെന്നും വാസവൻ പറഞ്ഞു. ഇവിടെയാണ് ULCCSന്റെ പ്രവർത്തന മികവിനെ നമ്മൾ പറയേണ്ടത്. അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ മതിയാകൂ. കാരണം ഒരുപാട് പദ്ധതികൾ അവർ ഏറ്റവും മികച്ചതായി തന്നെ നടപ്പാക്കിയിട്ടുമുണ്ട്. പക്ഷേ അപ്പോഴും ഉയർന്നു വരുന്നത് ഇവർക്കെതിരെ വലിയ ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച അന്നത്തെ പ്രതിപക്ഷം, നിങ്ങൾക്കല്ലേ ഇന്നിപ്പോൾ അധികാരം, പക്ഷെ എന്തുകൊണ്ട് ആ ആരോപണങ്ങളിൽ ഒരു അന്വേഷണം നടത്താൻ തയ്യാറാകുന്നില്ല? കിഫ്ബിയും ഈ പറയുന്ന ഊരാളുങ്കലും കൈകോർത്തുകൊണ്ട് വലിയ അഴിമതികൾ, സർക്കാർ ഖജനാവിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചവർക്ക് ഒരു അന്വേഷണം നടത്താതെ എങ്ങനെ ക്ലീൻ ചീറ്റ് കൊടുക്കാൻ ഇപ്പോൾ കഴിയും എന്നുള്ള ചോദ്യം സർക്കാരിന് നേരെ ഇപ്പോൾ അതിശക്തമായി ഉയർന്നിരിക്കുകയാണ്. സ്വന്തം പാർട്ടിക്കാർ തന്നെ ഇപ്പോൾ ഈ കാര്യത്തിൽ സർക്കാരിന് നേരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റി നമുക്കറിയാം, അത് CPMന്റെ അണ്ടറിലുള്ള സ്ഥാപനമാണ്. ഇവിടെ നിന്ന് പോകുന്ന പണം മുഴുവൻ, അതായത് ഖജനാവിൽ നിന്ന് പോകുന്ന പണം മുഴുവൻ ULCCSലേക്ക് എത്തുന്നത് അങ്ങ് പാർട്ടി അക്കൗണ്ടിലേക്കും എത്താറുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറവിൽ എന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടോ? അതായത് 10 വർഷം ഓർക്കണം, 10 വർഷം അധികാരത്തിലിരുന്നത് CPM ആണ്. ആ സമയത്തെല്ലാം കേരളത്തിലെ എല്ലാ പ്രവർത്തികളും ഈ ഊരാളുങ്കലിനാണ് പോയിക്കൊണ്ടിരുന്നത്. മുൻപൊക്കെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നത് മറ്റ് കമ്പനികൾക്കൊന്നും എന്തുകൊണ്ട് സർക്കാർ പദ്ധതികൾ കൊടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ഈ ഊരാളുങ്കലിന് തന്നെ പല പദ്ധതികളും കൊടുക്കുന്നതിന് വേണ്ടി ടെൻഡർ പോലും വിളിക്കാതെയാണ് പല പദ്ധതികളും കൊടുത്തിട്ടുള്ളത് എന്നുള്ള വലിയ വിവാദങ്ങളൊക്കെ മുൻപ് പൊട്ടിപ്പുറപ്പെട്ട് പുറത്തു വന്നതാണ്. അന്ന് ചൂട്ടും കത്തിച്ച് ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ചൂട്ടും പിടിച്ച് പ്രതിഷേധത്തിനിറങ്ങിയ UDFകാർ അധികാരത്തിലെത്തുമ്പോൾ ULCCSന്റെ പ്രവർത്തന മികവിനെ നിങ്ങൾക്ക് വാഴ്ത്താം. പക്ഷേ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക തന്നെ വേണ്ടേ? അതിലൊരു അന്വേഷണം നടത്താതെ ക്ലീൻ ചിറ്റ് കൊടുത്തതിനെതിരെയാണ് ഇപ്പോൾ വിമർശനം.